പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് മെയ് 17 തീയതി ഞായറാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസന അൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. ഞങ്ങൾ ചില പ്രോജക്റ്റുകൾക്ക് വേണ്ടിയും ചില പോംവഴികൾക്ക് വേണ്ടിയും ജീവിതത്തിലെ ചില പ്രയാസങ്ങൾ, സാമ്പത്തിക വിഷയങ്ങളായാലും മറ്റു വിഷയങ്ങളായാലും മാറുന്നതിന് വേണ്ടി സംസാരിക്കാൻ പോകുന്ന വ്യക്തികളിൽ, നിങ്ങൾ സംസാരിക്കാൻ പോകുന്ന വ്യക്തികളിൽ ഇന്ന് പരിശുദ്ധാത്മ നിറയട്ടെ. ചിന്താരിയ മാതാവ് സമയത്തിനധികമായ പരിശുദ്ധ അമ്മ കൃപാസന മാതാവ് ഇന്ന് നിങ്ങളുടെ കൂടെ യാത്രയാവുകയും നിങ്ങളുടെ കൂടെ വരികയും ചെയ്യട്ടെ. നിങ്ങൾക്ക് സംസാരിച്ച് ഒതുക്കാൻ പറ്റാത്ത വിഷയങ്ങൾ, നിങ്ങൾ സംസാരിച്ചാൽ ശരിയാകത്തില്ലെന്ന് തോന്നുന്ന സ്ഥലങ്ങളിൽ കർത്താവ് തന്നെ മറുപക്ഷത്ത് നിന്നുകൊണ്ട് നിങ്ങൾക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാക്കിത്തരാൻ കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു. കർത്താവെ,
കുടുംബം വന്ന് പെട്ടിരിക്കുന്ന വഴികൾ, ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തവർ, പല വിഷയങ്ങളെക്കുറിച്ചും ഏത് ജോലിക്ക് പോകണം, ഏത് നാട്ടിൽ പോകണം, ഏത് രാജ്യത്ത് പോകണമെന്ന് അറിയാൻ പാടില്ലാതെ വിഷമിക്കുന്നവർ, എന്ത് പഠിക്കണമെന്ന് അറിയാൻ പാടില്ലാതെ വിഷമിക്കുന്നവർ, ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തവർ, അവർക്ക് പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചുകൊണ്ട് അവർക്ക് പുതിയ തീരുമാനം എടുക്കാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ രോഗപീഠകൾ, വേദന രോഗങ്ങൾ, മറ്റ് വ്യക്തികളുമായിട്ടുള്ള വഴക്കുകൾ, കേസുകൾ, കോടതി കേസുകൾ, പോലീസ് കേസുകൾ, ഇൻ്റർവ്യൂകൾ, ടെസ്റ്റുകൾ, പരീക്ഷാ ഫലങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായിരിക്കാൻ പരിശുദ്ധ മാതാവിൻ്റെ മധ്യസ്ഥലെ ഞാൻ നിങ്ങൾ യേശുനാമത്തെ ആശീർവദിക്കുന്നു. നിത്യപിതാപുത്രൻ പരിശുദ്ധാത്മാശ്വരശ്വരെ നീക്കുവാവേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെ പരിശുദ്ധാത്മാവിൻ്റെ ദിവസങ്ങളിലേക്ക് പോവുകയല്ലേ. അപ്പോൾ ഒരു മനസ്സിലുണ്ടാണ് പരിശുദ്ധാത്മാവ് സ്നാനപ്പെടാൻ വേണ്ടി വലിയ എളുപ്പ പണികളൊക്കെ ഉണ്ട്. ഇന്ന് പോലാണെങ്കിൽ നിങ്ങൾ ഇവിടെ പിടിക്കാർക്കാണെങ്കിൽ പരിശുദ്ധാത്മാവ് നിന്ന് പെയ്യും. നോക്കിക്കോ, പല ഒരു കാര്യമേ ആദിമസഭയിൽ തന്നെ ഇതിൻ്റെ വെളിപാടുകൾ ദൈവം കൊടുത്തിട്ടുണ്ട്. ഇപ്പം ആ ജനങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നതിന് മുമ്പ് ജനങ്ങൾ അപ്പോസ്തലന്മാരിങ്ങനെ ഭാഷാപരത്തെ സംസാരിച്ചില്ലേ. അപ്പോൾ ഇതുമേക്കാർ, അതുപോലെ തന്നെ പേരയ, റോമാക്കാർ, അതുപോലെ തന്നെ എത്യോപ്യക്കാർ, എല്ലാവരും അവരുടെ ഭാഷയിൽ അപ്പോസ്തലന്മാരുടെ വചനങ്ങൾ കേട്ടില്ലേ. അപ്പോൾ ജനങ്ങൾ പറഞ്ഞ് ഈ ആത്മാവിനെ കിട്ടാൻ ഞങ്ങൾക്ക് എന്താണ് ഒരു വഴി, ഞങ്ങൾക്ക് കിട്ടുമോ എന്ന് ചോദിച്ച്. അപ്പോൾ ഉടനെ പരിശുദ്ധാത്മാവ് പത്രോസ് പറഞ്ഞ് അവർക്ക് കിട്ടുമെന്ന് പറയാൻ പറഞ്ഞു. അപ്പോൾ പത്രോസ് പറഞ്ഞ് അവർക്ക് കിട്ടുമോ, നിങ്ങൾക്ക് കിട്ടുമെന്ന് പറയുന്നുണ്ടെന്ന് പരിശുദ്ധാത്മാവ്. അപ്പോൾ ജനങ്ങൾ ചോദിച്ച് ഞങ്ങൾക്ക് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ചോദിക്കും. അപ്പോൾ പത്രോസിന് ഒരു ഉത്തരം കിട്ടും. അപ്പോസ്തല പ്രവർത്തനം 2:38 പത്രോസ് പറഞ്ഞു, നിങ്ങൾ പശ്ചാത്തപിക്കുക, പാപമോചനത്തിനായി എല്ലാവരും പാപമോചനത്തിനായി എല്ലാവരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ. പരിശുദ്ധാത്മാവിന്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും. അപ്പം ഇത് വരുന്നത് ഒന്ന് പശ്ചാത്താപത്തിലൂടെയാണ് അല്ലേ. ആ പശ്ചാത്താപത്തിലൂടെ ആണ് നമ്മുടെ വിശ്വാസം നമ്മൾ സഭയെ അറിയിക്കുകയും സഭ കർത്താവിൻ്റെ പീഡാനുഭവത്തിൻ്റെയും കുരിശുമരണത്തിൽ ഉയർത്തുന്നതിൻ്റെയും വീണ്ടും വരുന്നതിൻ്റെയും അടയാളമാകുന്ന വെള്ളത്തിൽ നമ്മൾ ജ്ഞാനസ്നാനപ്പെടുത്തുകയും ചെയ്യും. ശരിക്കും വെള്ളം ഉണ്ടാകത്തില്ല, അവർ വിശ്വാസപൂർവ്വം ജ്ഞാനസ്നാനം, എന്തുമാത്രം ആൾക്കാർ വിശ്വാസത്തിൽ ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നവർ, അവരെ ജ്ഞാനസ്നാനപ്പെടുത്താനോ ആരുമില്ല. പക്ഷെ അവർക്ക് ക്രിസ്തുവാണ് രക്ഷകനെന്ന് ഉള്ളിലറിയാം. അവരത് വിശ്വസിക്കുന്നുണ്ട്, വിശ്വസിച്ച് അവരതുപോലെ ജീവിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് നിത്യരക്ഷ കർത്താവ് കൊടുക്കും. അത് കർത്താവിൻ്റെ കാര്യമാണ്, നമ്മളതിൻ്റെ ഇടപെടേണ്ട കാര്യമില്ല. ദൈവം തീരുമാനിക്കട്ടെ. അതല്ലേ ഈശോ പറയണത്, നിങ്ങളിപ്പോൾ വിധിക്കേണ്ട, വിധിയല്ല മനുഷ്യപുത്രന്. അവർ രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിങ്ങനെ പുറത്തു നിന്നുണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടു, നിങ്ങൾ രക്ഷിക്കപ്പെട്ടില്ല എന്ന് പറയേണ്ട കാര്യമില്ല. വിധി അതൊക്കെ പറയേണ്ടത് ആരാണ്? വിധിയല്ല. യോഹന്നാൻ 5:27 മനുഷ്യപുത്രനായതുകൊണ്ട് വിധിക്കാനുള്ള അധികാരം അവന് നൽകിയിരിക്കുന്നു. കർത്താവ് അന്ത്യവിധി സമയത്ത് നിന്റെ വിശ്വാസ ജീവിതം കാരണം നീ കർത്താവിൻ്റെ രക്തത്തിൽ വീണ്ടെടുക്കപ്പെട്ടവനാണെന്ന് കർത്താവ് തീരുമാനിച്ചോളൂ. കർത്താവിന് വിടാം. ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം എന്താണെന്നറിയാവോ? ഇതിൻ്റെ കൂടെ വേറൊരു സംഭവമുണ്ട്. എന്താ പറഞ്ഞത്? നിങ്ങളെ പശ്ചാത്തപിക്കാൻ പാപമോചനത്തിനായി യേശുക്രിസ്തു നാമത്തിൽ സ്നാനം എടുക്കുന്നത് പരിശുദ്ധാത്മാവ് കിട്ടാനുള്ള ഒരു മാർഗ്ഗമാണ്. രണ്ടാമത്തെ മാർഗ്ഗം എന്താ? അപ്പോസ്തല പ്രവർത്തനം 2:38 പത്രോസ് പറഞ്ഞു, നിങ്ങൾ പശ്ചാത്തപിക്കുക, പാപമോചനത്തിനായി എല്ലാവരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ. പരിശുദ്ധാത്മാവിന്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും. ഈ സ്നാനം സ്വീകരിക്കുവെന്ന് പറഞ്ഞ വാക്കില്ലേ, അതിൻ്റെ അകത്ത് ജലസ്നാനമുണ്ട്, അതേസമയം തന്നെ പരിശുദ്ധാത്മാവിൻ്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കുമെന്നല്ലേ പറഞ്ഞത്. ആ ദാനം ലഭിക്കാനുള്ള സ്നാനവുമുണ്ട്. എന്താണെന്നറിയാമോ? ഇത് പറയാൻ കാര്യം എന്നറിയാമോ? കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ രശ്മി തോമസിൻ്റെ ഒരു സാക്ഷ്യം പറഞ്ഞായിരുന്നല്ലോ. അവരുടെ സാക്ഷ്യത്തിൽ അവർ ചെയ്തുകൊണ്ടിരുന്നത് കോട്ടയം ഡിസ്ട്രിക്ട് ആശുപത്രിയിൽ അഡ്രസ്സ് ഇല്ലാത്ത, ബന്ധുക്കളെ സ്വന്തപ്പെട്ടൊരു ബൈസ്റ്റാൻഡറും ഇല്ലാത്ത കുറേ രോഗികളുണ്ട്. അവർക്ക് വേണ്ടി ഒരു വാർഡുണ്ട്.
അത് നോക്കാനും ആരുമില്ല, തിരക്കാനും ആരുമില്ല, കൂടെ നിൽക്കാനും ആരുമില്ല. അപ്പോൾ ഇവരുടെ അടുത്ത് പോയി രശ്മി തോമസ് സംസാരിക്കുക. അവർക്ക് ഭക്ഷണത്തിന് പ്രശ്നമൊന്നുമില്ല, ഭക്ഷണത്തിന് അവിടെ കൊടുക്കാനുള്ള ഏജൻസിയും സംഘടനയൊക്കെ ഉണ്ട്. ഇവർ ചെയ്യണത് അവരോട് സംസാരിക്കും. കർത്താവ് പറഞ്ഞില്ലേ, ഞാൻ പരദേശിയായിരുന്നു. അപ്പോൾ ഒത്തിരി പരദേശികളുണ്ടാകത്തില്ലേ, ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. അപ്പോൾ അവരുടെ കർത്താവാണുള്ളത്. അതുകൊണ്ട് രശ്മി തോമസ് അവരെ പോയി സന്ദർശിക്കുകയും അവരുടെ കുശലങ്ങളും അവരുടെ കൂടെ ഇരുന്ന് ഓരോ വർത്തമാനമൊക്കെ പറയും. നമ്മുടെ സാന്നിധ്യം സംലഭമാക്കുന്നത് തന്നെയാണ് പരിശുദ്ധാത്മാവിൻ്റെ സ്നാനം സ്വീകരിക്കാനുള്ള ഏറ്റവും വലിയ അനുഗ്രഹം. കാരുണ്യപ്രവൃത്തിയുടെ എല്ലാ കാരുണ്യപ്രവൃത്തിയുടെ പരിശുദ്ധാത്മാവിൻ്റെ സ്നാനത്തിൻ്റെ ഉറവകൾ നമ്മളിലേക്ക് ഒഴുകുന്നുണ്ട്. അതുകൊണ്ട് ഈ പെന്തക്കോസ്താ ദിവസത്തിന് ഒരുങ്ങുമ്പോൾ നീ ഉടമ്പടിക്കാർ പ്രത്യേകിച്ച് നിങ്ങളുടെ കാരുണ്യപ്രവൃത്തികളിലെ നിങ്ങൾക്ക് തരാൻ ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ, ലുക്ക 14:13. എന്നാൽ നീ സദ്യ നടത്തുമ്പോൾ വികലാംഗർ, കുരുടർ എന്നിവരെ ക്ഷണിക്കുവിൻ. അപ്പോൾ നീ ഭാഗ്യവാനായിരിക്കും. എന്തെന്നാൽ പകരം നൽകാൻ, അതാണ് പകരം നൽകാൻ അവരുടെ പക്കൽ ഒന്നുമില്ല. നീതിമാന്മാരുടെ പുനരുദ്ധാനത്തിൽ നിനക്ക് പ്രതിഫലം നൽകും. അപ്പം പകരം നൽകാൻ ഒന്നുമില്ല എന്നാണ് ഈശോ പറയണത്. പക്ഷേ പിന്നീടുള്ള ഭാഗങ്ങൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാവും, അവർക്ക് ആണ് നമുക്ക് പകരം നൽകാനുള്ള ഏറ്റവും വലിയ അനുഗ്രഹമുള്ളത്. എന്താണ്? പകരം അവർക്ക് നമുക്ക് ക്രിസ്തുവിനെ നൽകാൻ പറ്റും. അതാണല്ല, ഞാൻ രോഗിയായിരുന്നു എന്നല്ലേ ഈശോ പറയണത്. അപ്പം നമ്മൾ ക്രിസ്തുവിനെ അല്ലേ അവരിലൂടെ ശുശ്രൂഷിക്കുമ്പോൾ നമുക്ക് ലഭിക്കണ ക്രിസ്തുവിനെയാണല്ലോ. പകരം നൽകാൻ ഒന്നും ഇല്ലെന്നങ്ങോട്ട് അടച്ച് പറയാൻ പറ്റത്തില്ല. പകരം അവർക്ക് നമുക്ക് ക്രിസ്തുവിനെ തരാൻ കഴിയും എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ശുശ്രൂഷ ചെയ്താൽ നമുക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.